എല്ലാവരും മോർണിംഗ് മെസ്സേജസിനായിട്ട് വെയിറ്റിംഗ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന്. ഓക്കെ, കാർഡ്സ് ഷഫിൾഡ് ആണ്. ഞാൻ കുറച്ച് കാർഡ്സ് എടുത്ത് ഇടും, എന്നിട്ട് ഒന്നിച്ച് പറയാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് കാർഡ്സ് എടുക്കുന്നത്. ഓക്കെ, കൂടുതൽ വേണമെങ്കിൽ പിന്നെ എടുക്കാം. ഐ മിസ് യു, ആദ്യത്തെ മെസ്സേജ് കേട്ടോ. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. രാവിലെ തന്നെ നിങ്ങളുടെ മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഫോട്ടോസ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആക്റ്റീവ് ആണെങ്കിൽ അതൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്ന കാര്യം അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊരു മിക്കവാറും ഇന്നൊരു മെസ്സേജ് വരാനും സാധ്യതയുണ്ട്. ഓക്കെ, മെസ്സേജ് അയക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഫോണ് കയ്യിലെടുത്തത്. ഓക്കെ, അവർക്ക് കുറച്ച് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പ്രോബബ്ലി ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഫാമിലി പറയുമ്പോൾ അറിയാലോ, എക്സ്റ്റൻഡഡ് ഫാമിലി ഇൻക്ലൂഡഡ് ആണ് അതിൽ. അവർക്കെന്ന് ഫാമിലിയുമായിട്ട് എന്തോ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ പ്രതി അവർ പോസിറ്റീവ് തന്നെയാണ്. ഫാമിലിയുടെ മേലെ ശ്രദ്ധ ചെലുത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ശ്രദ്ധയില്ല എന്നുള്ള അർത്ഥമില്ല എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നുകിൽ ഇവർക്ക് എന്തോ ഒരു വിജയം ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഇവരുടെ ഫാമിലിയുടെ കൂടെ ഇവർ ആലോചിക്കുന്ന. ആ സെലിബ്രേഷനിൽ നിങ്ങളും ഇൻക്ലൂഡഡ് ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ എന്തോ ഒരു നല്ല കാര്യം അവരുടെ ലൈഫിൽ ഉണ്ട്, അത് നിങ്ങളുമായിട്ടും കൂടി പങ്കുവെക്കണമെന്നിവർ ആഗ്രഹിക്കുന്നു. ആൻഡ് ദേ വോണ്ട് ടു സേ ഐ ലവ് യു. അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവർക്ക് ജോലിയിലും കൂടെ ശ്രദ്ധിച്ചേ മതിയാകൂ. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം പൈസ സമ്പാദിച്ചാൽ മാത്രമേ നിങ്ങളുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ലൈഫ് അവർക്ക് സാധ്യമാകുള്ളൂ. അപ്പോൾ അവർ പറയുകയാണ് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ജോലിയുണ്ട്. അപ്പോൾ അതിലും കൂടി അവർക്കൊന്ന് ശ്രദ്ധിക്കണം എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. പലരും ഉറക്കമില്ല, ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു. മിക്കവാറും നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസിലായിരിക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ. അവിടെ ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ചിലർക്ക് അവരുടെ ജോബിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ്. അതിനെപ്പറ്റിയും ഇവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് മെസ്സേജ്, നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ മനസ്സിൽ തുടരെ നിങ്ങളുടെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ.